ജീവിതത്തിന്റെ ആദ്യ 1000 ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ഈ ദിവസങ്ങളിൽ നല്ല പോഷകാഹാരത്തിന്റെ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഈ ദിവസങ്ങളിൽ കുഞ്ഞിനെ എങ്ങനെ പോഷക സമ്പുഷ്ടമാക്കാമെന്ന് പഠിക്കും. ഈ ട്യൂട്ടോറിയലിൽ പരാമർശിച്ചിരിക്കുന്ന ചില പ്രധാന വിഷയങ്ങൾ മറ്റ് ട്യൂട്ടോറിയലുകളിൽ വിശദീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ജീവിതത്തിന്റെ ആദ്യ 1000 ദിവസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ജീവിതത്തിന്റെ ആദ്യ 1000 ദിവസങ്ങൾ ഗർഭാവസ്ഥയുടെ ആദ്യ ദിവസം ആരംഭിക്കുന്നു. ഒരു കുട്ടിയുടെ 2ാം ജന്മദിനത്തിൽ അവസാനിക്കുന്നു. ഈ 1000 ദിവസങ്ങളിൽ ഒരു കുട്ടി എത്രത്തോളം വളരുന്നു? പോഷകങ്ങൾ കിട്ടിയാൽ കുട്ടിക്ക് ആരോഗ്യകരമായ ഭാവി ഉണ്ടായിരിക്കും. കുട്ടിയുടെ ആദ്യകാല വികസനത്തിന് നല്ല പോഷകാഹാരം ആവശ്യമാണ്. ഇത് ഒരു കുട്ടിയെ വളരാൻ പ്രാപ്തമാക്കുന്നതിലും പഠിക്കുന്നതിനും വിജയിക്കുന്നതിനും ഒരു പങ്ക് വഹിക്കുന്നു. ഓരോ ഘട്ടത്തിലും 1000 ദിവസങ്ങളിൽ പോഷകാഹാരത്തിന്റെ പങ്ക് ചർച്ച ചെയ്യാം. ആദ്യ ഘട്ടം ഗർഭധാരണമാണ്. ഗർഭപിണ്ഡത്തിന്റെ തലച്ചോറ് ഗർഭകാലത്തെ 3ാം ആഴ്ചയിൽ നിന്ന് വളരാൻ തുടങ്ങും. അതിനുശേഷം ഗർഭാവസ്ഥയിലും അത് വളരെ ഉയർന്ന വേഗതയിൽ വികസിക്കുന്നു. ഈ സമയത്ത് മിക്ക അമ്മമാരിൽ ഭൂരിഭാഗവും അവരുടെ ഗർഭധാരണത്തെക്കുറിച്ച് പോലും അറിയില്ല. അതിനാൽ അവരുടെ പ്രത്യുൽപാദന കാലഘട്ടത്തിൽ എല്ലാ സ്ത്രീകളും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ഗർഭം ആസൂത്രണം ചെയ്യുന്ന സ്ത്രീകൾക്കും പ്രധാനമാണിത്. ഗർഭാവസ്ഥയ്ക്ക് മുൻപ് ആരോഗ്യകരമായ ജീവിതശൈലി, ശരീരത്തിലെ കൊഴുപ്പ്, പേശി ശതമാനം നിർണായകമാണ്. കൗമാരത്തിലെയും ഗർഭകാലത്തിന് മുൻപും പോഷകാഹാരം മറ്റ് ട്യൂട്ടോറിയലുകളിൽ വിശദീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന 3ാം മാസത്തിൽ മസ്തിഷ്ക കോശങ്ങൾ കൊഴുപ്പിന്റെ ഒരു പാളി മൂലം മൂടാൻ തുടങ്ങും. ഇതിനെ മൈലിൻ കവചം എന്ന് വിളിക്കുന്നു. മസ്തിഷ്ക കോശങ്ങളിലൂടെ വേഗത്തിൽ സന്ദേശങ്ങൾ കൈമാറാൻ ഇത് സഹായിക്കുന്നു. 7ാം മാസം പ്രായപൂർത്തിയാകാത്തപ്പോൾ ഒരു മുതിർന്നവരുടെ തലച്ചോറിനോട് സാമ്യമുള്ള ഒരു മസ്തിഷ്കം രൂപപ്പെടും. 7, 8, 9 മാസങ്ങളിൽ ഗർഭപിണ്ഡത്തിന്റെ തലച്ചോറിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയുണ്ട്. ഒരു കാര്യമില്ലാതെ ഈ ദ്രുതഗതിയിലുള്ള വളർച്ച സാധ്യമല്ല. അമ്മയുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു കുഞ്ഞിന് ലഭിക്കുന്ന പോഷകാഹാരമാണ് ഇത്. കുഞ്ഞിന്റെ ശരീരത്തിലെ കൊഴുപ്പും പേശിയുമായ ശതമാനവും അമ്മയുടെ ഭക്ഷണക്രമം തീരുമാനിക്കുന്നു. കുഞ്ഞിന്റെ ഭക്ഷണ മുൻഗണനകളെയും ഇത് തീരുമാനിക്കുന്നു. അമ്മ പലതരം പോഷകങ്ങൾ നിറഞ്ഞ പ്രാദേശിക സീസണൽ ഭക്ഷണങ്ങൾ ഉപയോഗിക്കണം. വേണ്ടത്ര അളവിലുള്ള ഇരുമ്പ്, ഫോളേറ്റ്, കാൽസ്യം എന്നിവ അവളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. ഗർഭാവസ്ഥയിൽ അയോഡിൻ ഉറവിടങ്ങളുടെ ഉപഭോഗം ആവശ്യമാണ്. അവൾ മതിയായ പ്രോട്ടീൻ, നല്ല കൊഴുപ്പുകൾ, ആവശ്യ പോഷകങ്ങൾ എന്നിവ കഴിക്കണം. ഈ പോഷകങ്ങളുടെ ഉറവിടങ്ങൾ ഇതേ സീരീസിന്റെ മറ്റ് ട്യൂട്ടോറിയലുകളിൽ നൽകിയിരിക്കുന്നു. അല്ലാത്തപക്ഷം സുപ്രധാന മസ്തിഷ്ക വികസന പ്രക്രിയകൾ തകരാറിലാകാം. കുഞ്ഞിന് ജനന വൈകല്യങ്ങളും വൈജ്ഞാനിക വൈകല്യങ്ങളും ഉണ്ടായിരിക്കാം. അറിയപ്പെടുന്ന ഒരു ഉദാഹരണമാണ് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ. തലച്ചോറിന്റെയും നട്ടെല്ലിന്റെയും വികസനം എന്നിവയ്ക്ക് ഫോളേറ്റ്, B12, കൊളീൻ എന്നിവ ആവശ്യമാണ്. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് മതിയായ ഫോളേറ്റ് എടുക്കണം. ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ അവൾ അതെടുക്കണം. അല്ലെങ്കിൽ ന്യൂറൽ ട്യൂബിന്റെ വികസനം തെറ്റാകാം. ഇത് തലച്ചോറിന്റെയും നട്ടെല്ലിന്റെയും ജനന വൈകല്യങ്ങളിലേക്ക് നയിക്കുന്നു. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ഭാരം കൂടുന്നതിന്റെ നിരക്ക് കുഞ്ഞിന്റെ ആരോഗ്യം തീരുമാനിക്കുന്നു. ഭാരക്കുറവുള്ള അമ്മമാരിൽ ഉയർന്ന ഭാരം നല്ലതല്ല. ഇത് കുട്ടിക്കാലത്തെ അമിതവണ്ണത്തിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു.
ഗർഭാവസ്ഥയിലെ അമിതവണ്ണം സ്ത്രീകളെ ഗർഭകാല പ്രമേഹത്തിലേക്ക് നയിക്കുന്നു. ഇത് കുഞ്ഞിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒപ്പം പിന്നീട് ജീവിതത്തിൽ പ്രമേഹവും. ഗർഭാവസ്ഥയിൽ ഒരമ്മയുടെ ജീവിത രീതിയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കഠിനമായ സമ്മർദ്ദം, ഗർഭാവസ്ഥയിൽ വിഷാദം അല്ലെങ്കിൽ അക്രമം എന്നിവ ഒഴിവാക്കണം. അത്തരം നെഗറ്റീവ് അനുഭവങ്ങൾ വികസിച്ചു വരുന്ന ഗർഭപിണ്ഡത്തെ ആഴത്തിൽ ബാധിക്കും. പുകവലി കുറഞ്ഞ ജനനഭാരം അല്ലെങ്കിൽ അകാല ഡെലിവറിക്ക് കാരണമാകും. പിന്നീടുള്ള ജീവിതത്തിൽ അമിതവണ്ണമുള്ള കുഞ്ഞിന്റെ അപകട സാധ്യതയിലേക്ക് നയിക്കുന്നു. മദ്യവും പുകയിലയും കഴിക്കരുത്. രോഗങ്ങൾ കുറയ്ക്കുന്നതിന് ഉടനടി പോഷകനഷ്ടം കുറയ്ക്കണം. ഗർഭാവസ്ഥയുടെ 270 ദിവസത്തിനു ശേഷം ശൈശവാവസ്ഥ 1000 ദിവസത്തിന്റെ രണ്ടാം ഘട്ടമാണ്. ശൈശവാവസ്ഥയിൽ കുട്ടിയുടെ മസ്തിഷ്കം ബാലൻസ് പോലുള്ള മോട്ടോർ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നു. പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാനും പിന്നീട് അവ ഓർമ്മിക്കാനും ഇത് സഹായിക്കുന്നു. ഈ ഘട്ടത്തിൽ ശരിയായ നവജാത ശിശു പരിചരണം ആവശ്യമാണ്. നവജാത ശിശു പരിചരണം മറ്റ് ട്യൂട്ടോറിയലുകളിൽ വിശദമായി വിശദീകരിച്ചിരിക്കുന്നു. നവജാത ശിശുവിന്റെ മസ്തിഷ്ക വികസനത്തിനുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് മുലപ്പാൽ. ഇതിൽ പലതരം പോഷകങ്ങൾ, വളർച്ചാ ഘടകങ്ങൾ, ഹോർമോണുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഓരോ അമ്മയ്ക്കും അവളുടെ കുഞ്ഞിനും ഇത് സവിശേഷ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. വിപണിയിൽ ലഭ്യമായ ഒരു ഫോർമുല പാലും അമ്മയുടെ പാലിന് തുല്യമായിരിക്കില്ല. മസ്തിഷ്ക വികസനത്തിലെ അതിന്റെ സ്വാധീനം താരതമ്യപ്പെടുത്താനാവില്ല. അമ്മയുടെ പാലിൽ ഉയർന്ന തലത്തിലുള്ള DHAയും EPAയും ഉണ്ട്. കുഞ്ഞിന്റെ മസ്തിഷ്ക വികസനത്തിന് അവ പ്രധാനമാണ്. 6 മാസത്തെ അടിക്കടിയുള്ള മുലയൂട്ടലിന് നിരവധി നേട്ടങ്ങളുണ്ട്. മുലയൂട്ടൽ IQവിന്റെ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കൂടുതൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുകയും മികച്ച വരുമാനം നേടുകയും ചെയ്യുന്നു. എല്ലാ വരുമാന നിലയിലുമുള്ള കുട്ടികൾക്കും കൗമാരക്കാർക്കും ഇത് ശരിയാണ്. ഈ മസ്തിഷ്ക വികസനം മുലപ്പാൽ കൊണ്ട് മാത്രമല്ല, മുലയൂട്ടലിന്റെ അനുഭവം അതിന് കാരണമാകുന്നു. മുലപ്പാലിൽ ധാരാളം അമ്മ-ശിശു ആശയവിനിമയവും പരിപോഷണവും ഉൾപ്പെടുന്നു. ഒരു കുഞ്ഞിന്റെ സെൻസറി വൈകാരിക നിയന്ത്രണം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കുന്നു. വൈജ്ഞാനിക, സാമൂഹിക, വൈകാരിക വികസനത്തിന് ഇവ നിർണായകമാണ്. ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ശരിയായ സാങ്കേതികത ഉപയോഗിച്ച് മുലയൂട്ടൽ ചെയ്യണം. അടുത്തതായി ശൈശവഘട്ടത്തിൽ മസ്തിഷ്ക വികസനത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു കുട്ടിയുടെ മസ്തിഷ്കം അതിവേഗം വളരുകയും വികസിക്കുകയും ചെയ്യുന്നു. ശൈശവ സമയത്ത് ഒരു കുട്ടിയുടെ തലച്ചോറിന് സങ്കീർണമായ ജോലികൾ ചെയ്യാനുള്ള കഴിവ് വികസിപ്പിക്കുന്നു. മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ പുതിയ കണക്ഷനുകൾ രൂപീകരിക്കുന്ന തിരക്കിലായിരിക്കും. ഈ സമയത്ത് ജീവിതത്തിലെ മറ്റേതെങ്കിലും സമയത്തേക്കാൾ അത്തരം കണക്ഷനുകൾ വേഗത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഇതിന് ധാരാളം നേട്ടങ്ങളുണ്ട്. പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാൻ ഇത് കുട്ടിയെ സഹായിക്കുന്നു. മാറ്റുന്ന പരിസ്ഥിതികളോടും സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനും ഇത് കുട്ടിയെ സഹായിക്കുന്നു. കുഞ്ഞിന്റെ ജീവിതത്തിന്റെ 2ാം വർഷത്തിൽ തലച്ചോറിന്റെ ഭാഷാ മേഖലകളുടെ ഭാഗങ്ങൾ വികസിക്കുന്നു. ഇത് ഒരു കുട്ടിയുടെ ഭാഷാ കഴിവുകൾ കുത്തനെ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഇത് ഭാഷാ പഠനശേഷിയും പുതിയ കഴിവുകൾ പഠിക്കാനുള്ള കഴിവും വികസിപ്പിക്കുന്നു. ഈ കാലയളവിലെ പോഷകാഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടിയുടെ തലച്ചോറിന്റെ വികസന പ്രവർത്തനത്തിന് പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക്, അയോഡിൻ എന്നിവ അനിവാര്യമാണ്.
DHA, EPA, കോളിൻ, B12, പ്രധാന പോഷകങ്ങൾ മുതലായവ. 1000 ദിവസത്തിലുടനീളം മസ്തിഷ്ക വികസനത്തിൽ അയൺ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ 1000 ദിവസത്തിൽ അയണിന്റെ കുറവ് മൂലമുണ്ടായ നഷ്ടം മാറ്റാനാവാത്തതാണ്. ഇത് പഠനത്തെയും സാമൂഹിക വൈകാരിക സ്വഭാവത്തെയും നയിക്കുന്നു. ഇതിൽ കുറഞ്ഞ സാമൂഹിക ഇടപെടലും ജാഗ്രതയും, വർദ്ധിച്ച പ്രകോപനം, വർദ്ധിച്ച ജാഗ്രത, ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമുകളിൽ കുറഞ്ഞ താൽപ്പര്യം എന്നിവ ഉൾപ്പെടുന്നു. ഇത് പരിചരണം നൽകുന്ന ശ്രദ്ധയുടെയും ഇടപെടലിന്റെയും അളവ് കുറയ്ക്കും. കുട്ടിയുടെ മോശം വികാസത്തിന് ഇത് കൂടുതൽ സംഭാവന നൽകുന്നു. അയണിന്റെ കുറവും തലച്ചോറിലെ രാസവസ്തുക്കളെ ബാധിക്കുന്നതായി തോന്നുന്നു. ഇത് ഉയർന്ന അളവിലുള്ള ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ വിഷാദവും അതിന്റെ ഫലമായി തൊഴിൽ സാധ്യതകളെ ബാധിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അയൺ ഭക്ഷണ സാധനങ്ങൾ നൽകേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം അവ മതിയായ അയൺ കഴിക്കാൻ സാധ്യതയില്ല. അതിനാൽ 6 മാസത്തിന് ശേഷം പൂരക ഭക്ഷണം ആവശ്യമാണ്. 1000 ദിവസത്തിൽ പോഷകാഹാരക്കുറവ് മൂലമുണ്ടായ നഷ്ടം ശാശ്വതമാണ്. ഇത് IQ നഷ്ടത്തിന് കാരണമാകുന്നു. ഈ നിർണായക കാലയളവിൽ വിട്ടുമാറാത്ത പോഷകാഹാരക്കുറവ് മുരടിക്കുന്നതിലേക്ക് നയിക്കുന്നു. ജീവിതത്തിന്റെ ആദ്യ 2 വർഷങ്ങളിൽ ഉയരം കുറയുകയും മുരടിക്കുകയും ചെയ്യുന്നു. ഇത് കുട്ടിയുടെ ഭാവി തലമുറകളെയും ബാധിക്കുന്നു. പോഷകാഹാരക്കുറവുള്ള സ്ത്രീകൾ പോഷകാഹാരക്കുറവുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. പിന്നീട് ഈ പോഷകാഹാരക്കുറവുള്ള പെൺമക്കൾ പോഷകാഹാരക്കുറവുള്ള അമ്മമാരാകും. അതിനാൽ അവർ പോഷകാഹാരക്കുറവ് തുടർച്ചയായ ചക്രം സൃഷ്ടിക്കുന്നു. ഭാവി തലമുറയിൽ മുരടിക്കുന്നതിനെ നേരിടാൻ 2 മുതൽ 3 വരെ തലമുറകൾ എടുക്കും. ഇന്ത്യയിലെ 19 വയസ്സുള്ള സ്ത്രീയുടെ ശരാശരി ഉയരം 5 അടിയാണ്. ഇന്ത്യയിലെ 19 വയസ്സുള്ള പുരുഷന്റെ ശരാശരി ഉയരം 5 അടി 4 ഇഞ്ച് മാത്രമാണ്. 1000 ദിവസങ്ങളിൽ പോഷകാഹാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം തടയാൻ കഴിയും. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. കണ്ടതിന് നന്ദി.